എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. പന്തളം നഗരസഭയിൽ തുടരുന്ന അശാസ്ത്രീയമായ നികുതി വർധനവിനെതിരെയും അനധികൃത നിർമ്മാണമെന്ന മുദ്രയ്ക്കെതിരെയും കെട്ടിട ഓണേഴ്സിൻ്റെ ഒരു കൂട്ടായ്മ നിരവധി പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി പന്തളത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് നമുക്ക് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ കൂട്ടായ്മയിലെ പ്രവർത്തകരോട് തന്നെ നമുക്ക് ചോദിക്കാം, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. ആദ്യമായി ഈ പ്രവർത്തനത്തിന് മുൻപന്തിയിൽ നിൽക്കുന്ന സുഭാഷേട്ടനോടാണ് ചോദ്യം. ഈ കെട്ടിട നികുതിയുടെ പരിഷ്കരണം ഇവിടെ പന്തളത്ത് മാത്രം ഇത്രയും വിവാദമായത് എന്തുകൊണ്ടാണ്? നമ്മുടെ സംസ്ഥാനത്ത് കെട്ടിട നികുതി പരിഷ്കരണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്നത് 2011 അതിൻ്റെ വിജ്ഞാപനം വരുന്നത്. അതിനുശേഷം ആ സമയത്ത് നമ്മുടെ പഞ്ചായത്താണ്. ഏതാണ്ട് 2013 അത് നിർബന്ധമായിട്ട് നടപ്പാക്കണമെന്ന് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. 2013 നടപ്പാക്കിയില്ല. അതിനുശേഷം 2016 നമ്മുടെ പന്തളം മുനിസിപ്പാലിറ്റിയായി മാറുമ്പോൾ അപ്പോഴും സർക്കാരിൻ്റെ നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് ഏകദേശം ഏപ്രിൽ 1 തീയതി മുതലെങ്കിലും നടപ്പാക്കണം എന്നുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം കൊടുക്കുന്ന സമയത്ത് അപ്പോഴും പന്തളം നഗരസഭ നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഏകദേശം നമ്മുടെ സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും 2016 നടപ്പാക്കിയപ്പോഴും പന്തളം നഗരസഭ നടപ്പാക്കിയില്ല. അത് കഴിഞ്ഞ് 2020 പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നു, അപ്പോഴും നടപ്പാക്കിയില്ല. എന്നിട്ട് ഈ 2023 ശരിക്കും കെട്ടിട നികുതി പരിഷ്കരണത്തിൻ്റെ ഒരു ആഴം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ അകത്തു നിന്ന് നമുക്ക് ഒരുപാട് നികുതി നഷ്ടമുണ്ട്, അപ്പോൾ ആ നഷ്ടം എങ്ങനെ ഈടാക്കാമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇതിൻ്റെ അകത്തൊരു പണപ്പിരിവ് നടത്താം എന്നൊരു പക്ഷേ ഒരു കൊള്ള നടത്താം എന്നുള്ളൊരു ലക്ഷ്യം കൂടെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം പന്തളം നഗരസഭയിൽ ഇത് പരിഷ്കരണം നടപ്പാക്കാൻ ശ്രമിച്ചത് എന്ന് ഇപ്പം ഞങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട്. എന്താണ് കെട്ടിട നികുതി പരിഷ്കരണം നമ്മളൊന്ന് മനസ്സിലാക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ 2011 മുൻപ് RAV സിസ്റ്റമായിരുന്നു, അതായത് റെൻറ്റ് അസസ്മെൻറ്റ് വാല്യൂ. ഒരു കെട്ടിടത്തിന് റെൻറ്റ് അസസ്മെൻറ്റ് വാല്യൂ ആയിരുന്നു. അതായത് ഒരു AE അല്ലെങ്കിൽ RI ഉദ്യോഗസ്ഥർ അവർ നിശ്ചയിക്കും ഈ കെട്ടിടത്തിന് ഇത്ര നികുതി മതി എന്ന് നിശ്ചയിച്ചൊരു നികുതിയായിരുന്നു ആദ്യം മുതലേ ഉണ്ടായിരുന്നത്. അതിനകത്ത് ഒരുപാട് അഴിമതികളുണ്ട്. കാര്യം AEക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തുകൊണ്ട് കെട്ടിട നികുതി കുറപ്പിച്ചെടുക്കുന്ന ഒരു പ്രവണതയുണ്ട്. ആ പ്രവണത മനസ്സിലാക്കിക്കൊണ്ടാണ് സർക്കാർ ഈ പരിഷ്കരണം എന്ന് പറയുന്ന പദ്ധതിയുമായി വന്നത്. പരിഷ്കരണം എന്താണ്? ഈ RAV സിസ്റ്റത്തിൽ നിന്ന് തറയുടെ വിസ്തീർണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിരക്കുകൾ നിശ്ചയിച്ചു. ആ നിരക്കുകളെ അടിസ്ഥാന നികുതി നിരക്കുകളെന്നും ആ നിരക്കുകളുടെ അടിസ്ഥാനത്തിൽ തറയുടെ സ്ക്വയർ മീറ്റർ അനുസരിച്ചിട്ട് അത് വാർഷികമായി മേടിക്കുമ്പോൾ അത് വാർഷിക നികുതിയായിട്ടും കണക്കാക്കിയിട്ടാണ് ഈ നികുതി പരിഷ്കരണം വന്നത്. അപ്പോൾ ആ തരത്തിലൊരു നികുതി പരിഷ്കരണം നടപ്പാക്കേണ്ടിയിരുന്നത് 2013 2016 ആ സമയങ്ങളിലൊന്നും നടപ്പാക്കാത്തതാണ് ഇപ്പോൾ ഇതൊരു വിവാദമായി ഇവിടെ വരാൻ കാരണം. അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണല്ലോ വിവാദമായത്. അപ്പോൾ 2016 ഇത് നടപ്പാക്കിയിരുന്നുണ്ടെങ്കിൽ ആ സമയത്ത് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള അടിസ്ഥാന നികുതി നിരക്കുകളായിരിക്കാം ഒരു പക്ഷേങ്കിൽ നമുക്കിവിടെ നിശ്ചയിക്കാൻ പറ്റുന്നത്. അന്ന് 6 മുതൽ 12 വരെയായിരുന്നു അടിസ്ഥാന നികുതി നിരക്കെങ്കിൽ അതിനുശേഷം 2023 സർക്കാർ നിശ്ചയിച്ച അടിസ്ഥാന നികുതി നിരക്ക് 8 മുതൽ 17 രൂപ വരെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 6 മുതൽ 12 വരെ അകത്തുള്ള ഒരു ബാൻഡിൽ നിശ്ചയിക്കാവുന്ന നികുതി 8 മുതൽ 17 വരെയുള്ള ബാൻഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അത് വളരെയധികം വർധനവ് വരികയാണ് ഉണ്ടായത്. ആ വർധനവിനനുസരിച്ചിട്ട് പെർസെൻറ്റേജ് അനുസരിച്ചിട്ട് പിഴപ്പലിശയും അത് സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ കൗൺസിൽ അത് സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കടമ ചെയ്യാതെ വന്നതുകൊണ്ട് എന്തു സംഭവിച്ചു? ഇവിടുത്തെ ജനങ്ങൾക്ക് അധിക ഭാരം ഈ 2013 തനത് വർഷം കെട്ടിട നികുതി പിരിക്കാൻ വരുന്ന സമയത്തുണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് പന്തളം നഗരസഭയിൽ അത് വിവാദമായിരിക്കുന്നത്. നമ്മുടെ ഈ നികുതി പരിഷ്കരണം ശരിക്കും ഇതിനകത്ത് നിരക്കുകൾ നിശ്ചയിക്കുന്നത് സംസ്ഥാന സർക്കാരാണോ അതോ നമ്മുടെ ഈ നഗരസഭാ കൗൺസിലാണോ? നികുതി നിരക്കുകളെ സംബന്ധിച്ച് പറയുമ്പോൾ 3 ത്രിതല സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതായത് ത്രിതല പഞ്ചായത്തുണ്ട്. ആ പഞ്ചായത്ത് സംവിധാനം അനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെന്നാണ്. അപ്പം തനത് ഫണ്ട് സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ കെട്ടിട നികുതിയെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണോ ഇത് നിരക്ക് നിശ്ചയിക്കുന്നത് എന്ന് ചോദിച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് പഞ്ചായത്ത് രാജ് ആക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ച് മോഡൽ റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ച് അതാത് സംസ്ഥാന സർക്കാരുകൾ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പഞ്ചായത്ത് റൂൾസ് അല്ലെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പൽ റൂൾസ്. ആ സംസ്ഥാന സർക്കാരുകൾ ഒരു ഗൈഡ് ലൈൻസാണ് നിർദ്ദേശിക്കുന്നത്. നിരക്കുകളെ സംബന്ധിച്ച്
ഒരു മിനിമവും മാക്സിമവുമായിട്ടുള്ള ഒരു നിരക്ക് സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കും. ആ നിർദ്ദേശിക്കുന്ന നിരക്കുകൾക്കകത്ത് നിന്നുകൊണ്ട് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ആ നിരക്കുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. മിനിമത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, മാക്സിമത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ഇടയ്ക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഏത് സ്ഥലത്തിൽ വേണം അതാത് പ്രദേശത്തിൻ്റെ പരിഗണന വെച്ചിട്ട് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അതിൻ്റെ ഭരണം നിർവഹിക്കുന്ന കൗൺസിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി അവർക്കത് നിശ്ചയിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ പന്തളം പഞ്ചായത്തിൽ ഇതൊക്കെ മുനിസിപ്പാലിറ്റിയിൽ ഇതൊക്കെ വിവാദമാകാനായിട്ടുള്ള പ്രധാന കാരണം ഇവിടെ റെക്കോർഡുകളൊന്നുമില്ല എന്നുള്ള ഒരു തരത്തിൽ ഉദ്യോഗസ്ഥരിത് പൊതുജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിലേക്ക് വന്നു. ഇതിന് ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ട്. അതായത് ഒരേ കെട്ടിടം തന്നെ പലതരത്തിൽ അതിൻ്റെ ഏരിയ നിശ്ചയിച്ച് അതിന് നികുതി ഈടാക്കിയിട്ടുള്ള രേഖകൾ ഇപ്പോഴേ ബിൽഡിംഗ് ഓണേഴ്സിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഡ്യൂപ്ലിക്കേഷനും ട്രിപ്ലിക്കേഷനും വന്നിട്ടുണ്ട് നികുതിയിൽ. വിവാദമാകാനുള്ള ഒരു കാരണം അതാണ്. രണ്ടാമതൊരു കാരണം ഒരു കൺസ്യൂമർ ആക്ട് അനുസരിച്ച് നികുതി കൊടുക്കുന്നതും ഒരു കൺസ്യൂമർ ആക്ടിനകത്ത് വരുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലെ ആ കെട്ടിടത്തിൻ്റെ ഏരിയ എത്രയാണ്, അതിന് വെച്ചിരിക്കുന്ന അടിസ്ഥാന നികുതിയുടെ റേറ്റ് എത്രയാണ്, നിരക്ക് എത്രയാണ്. ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 6 മുതൽ 12% 9 മുതൽ 17%, 8 മുതൽ 17% ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അല്ലെങ്കിൽ പന്തളം മുനിസിപ്പാലിറ്റി ഏത് നിരക്കാണ് സ്വീകരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് അതിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇത്തരത്തിലൊന്നും രേഖപ്പെടുത്തിയല്ല നികുതിദായകന് നൽകുന്നത്. ഇങ്ങനെ ധാരാളം കാരണങ്ങൾ കൊണ്ടാണ് ഇത് വിവാദമായിട്ട് പന്തളം മുനിസിപ്പാലിറ്റിയിൽ ആയത്. ഈ നഗരസഭയിലെ ഈ പറയുന്ന കെട്ടിട നികുതി പരിഷ്കരണം കൃത്യസമയത്ത് സമയത്ത് നടന്നില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഉത്തരവാദി ആരാണ്? അപ്പോൾ ശരിക്കും അതുകൊണ്ട് കെട്ടിട ഉടമകൾക്കാണോ നഷ്ടം, അതോ നഗരസഭയുടെ തനത് ഫണ്ടിൽ മാത്രമാണോ നഷ്ടം ഉണ്ടായത്? ഇതിനെ സംബന്ധിച്ച് ജനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് ഈ 2016 മുതലുള്ള ഈ 2023 വരെ കരമടച്ച് കുടിശ്ശിക തീർത്ത ജനങ്ങൾക്ക് പോലും 2016 മുതൽ വീണ്ടും പലിശയും പിഴപ്പലിശയുമായി ജനങ്ങൾ ഒടുക്കേണ്ടി വരുന്നത് ഒരു നഗരസഭയിൽപ്പെട്ട ജനങ്ങൾക്ക് ഭയങ്കര ഒരു നഷ്ടം തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കൂടാതെ നഗരസഭയ്ക്ക് ഈ 16 മുതൽ അല്ലെങ്കിൽ 2013 മുതൽ കേരള സർക്കാർ നിർദ്ദേശിച്ചിരുന്ന ഉത്തരവുകൾ പാലിക്കാതെ ഉദ്യോഗസ്ഥരും അതിൻ്റെ ഭരണസമിതികളും കാണിച്ച അലംഭാവം കൊണ്ട് ഉണ്ടാക്കിയ നഷ്ടമാണ് നഗരസഭയ്ക്കുള്ളത്. അത് സർക്കാരിൻ്റെ തനത് ഫണ്ടും നഗരസഭയുടെ വികസനത്തിനുമൊക്കെ തടസ്സമായി തീർന്നിരിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് നമ്മൾ കെട്ടിട ഉടമകളുടെ കൂട്ടായ്മ നിർദ്ദേശിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതിന് കാരണക്കായവരെ മാതൃകാപരമായി ശിക്ഷിക്കുകയും അവരിൽ നിന്ന് ആ നഷ്ടം തിരികെ പിടിക്കുകയും എന്നുള്ളതാണ്. അതിന് നഗരസഭയിൽപ്പെട്ട സാധാരണ ജനങ്ങൾ ഉത്തരവാദികളല്ല എന്നുകൂടി പറയേണ്ടതാണ്. കാരണം ഏകദേശം 90%, 100% കൊമേഴ്സ്യൽ കെട്ടിടങ്ങളും വാണിജ്യ കെട്ടിടങ്ങളും പുതിയ വർഷത്തെ നികുതി ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടി ആ വർഷം വരെയുള്ള നികുതികൾ അടച്ച ശേഷമാണ് ലൈസൻസിന് അപേക്ഷിക്കുന്നതും ലൈസൻസ് കിട്ടുന്നതും. അപ്പോൾ അവർക്ക് യാതൊരു കുടിശ്ശികയും ഇല്ലാത്ത സാഹചര്യത്തിലാണ് 2013 മുതലും 2016 മുതലുമൊക്കെ പലിശയും പിഴപ്പലിശയുമായി ലക്ഷങ്ങൾ നഗരസഭ പിരിച്ചെടുക്കുന്നത്. അതിന് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. കാരണം കാലാകാലങ്ങളായി അതിൻ്റെ ഒരു ആവറേജ് ഒരു 5%, 10% കൂട്ടിയിരുന്നെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. ഇപ്പോൾ ഏകദേശം ഈ ഒരു 8 വർഷം 10 വർഷത്തോളമായി ഇത്രയും നികുതി ഒന്നിച്ച് അടയ്ക്കേണ്ടി വരുന്ന, ആയിരങ്ങൾ അടയ്ക്കേണ്ട സ്ഥാനത്ത് ലക്ഷങ്ങൾ അടയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നഗരസഭയിലെ ജനങ്ങൾക്കുണ്ടായിട്ടുള്ളത്. അതിന് കാലാകാലങ്ങളിലുള്ള ഉദ്യോഗസ്ഥരുടെ ജോലി കൃത്യമായി ചെയ്യാത്തതിന് നഗരസഭയിലുള്ള ജനങ്ങൾ ഉത്തരവാദികളല്ല എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. ആ നഷ്ടം അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരിൽ നിന്ന് തന്നെയാണ് ഈടാക്കേണ്ടതും. ഈ നമ്മുടെ നികുതി പരിഷ്കരണം പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് UA നമ്പർ. ഈ UA നമ്പർ ക്രമപ്പെടുത്തുന്നതിനായിട്ട് നമ്മുടെ ഈ സർക്കാർ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്? UA സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ഒരു 2 വർഷത്തോളമായി നമ്മുടെ പന്തളം നഗരസഭയിൽ പുതിയ നമ്പർ പ്ലേറ്റ് പതിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റിക്കർ UAയും റെഗുലേഷൻ നമ്പരുമായി ഓരോ വീടുകളിലും പതിച്ചിട്ടുണ്ട്. അതിന് ഏകദേശം ഒരു 2-3 വർഷം മുമ്പ് ഒരു മഞ്ഞ കളറോട് ചേർന്ന ഒരു നമ്പർ പ്ലേറ്റാണ് നഗരസഭയുടെ പകുതി ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്നത്. എന്നാൽ അത് പൂർത്തിയാക്കാതെ ലക്ഷക്കണക്കിന് 50 ലക്ഷം രൂപയോളം നഗരസഭയെന്ന് പറഞ്ഞാൽ നഗരസഭയിൽപ്പെട്ട പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ നഷ്ടപ്പെടുത്തി അത് പകുതി വഴിയിൽ ഉപേക്ഷിച്ചു. അതിനുശേഷമാണ് കഴിഞ്ഞ വർഷം നീലയും വെള്ളയും ചേർന്ന ഒരു പുതിയ നമ്പർ സ്ഥാപിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. അത്
ഉദ്യോഗസ്ഥരെ നഗരസഭ ഉദ്യോഗസ്ഥർ മാത്രമല്ല കരാർ ജോലിക്കാരെയാണ് അതിനുവേണ്ടി നിയോഗിച്ചതും അവരെ നിർദ്ദേശിച്ചതും. അതനുസരിച്ച് അവർക്ക് അവരുടെ ബുക്കുകളില്ലാത്ത വീടുകൾക്കെല്ലാം UA പതിക്കുക എന്നുള്ളതാണ്. നഗരസഭ ചട്ടമനുസരിച്ച് പട്ടിക്കൂട്, ചെറിയ കാർ ഷെഡ്, വിറകുപുര, അത് അങ്ങനെയുള്ള കെട്ടിടത്തോട് ചേർന്നുള്ള ചെറിയ കെട്ടിടങ്ങൾക്ക്, ചെറിയ കൂടാരങ്ങൾക്കൊന്നും നഗരസഭയുടെ അസസ്സിൽ ചേർക്കുകയോ അതിന് നികുതി ഈടാക്കുകയോ ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്നിരുന്നാലും ഈ വന്ന ഉദ്യോഗസ്ഥർ വീട് ചോരുന്നതിന് വേണ്ടി, ചോരാതിരിക്കുന്നതിന് വേണ്ടി മേളിൽ റൂഫ് ഇട്ടിരിക്കുന്ന അതിന് പോലും UA ഒട്ടിച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് പന്തളം നഗരസഭയിൽ ഉണ്ടായിരിക്കുന്നത്. UA എന്ന് പറയുന്നത് ഈ സാഹചര്യത്തിൽ ഒട്ടിച്ചിരുന്ന സാഹചര്യത്തിൽ ആ വന്ന ഉദ്യോഗസ്ഥരോട് UA എന്താണെന്ന് ആ വീട്ടുകാർ തന്നെ അന്വേഷിച്ചാൽ അവർക്കത് കൃത്യമായി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ തമാശ രൂപേണ പറയുകയാണെങ്കിലും നഗരസഭയിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ അതിൻ്റെ കൗൺസിലിൽ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കൗൺസിലർ പറഞ്ഞത് UA എന്ന് പറയുന്നത് അർബൻ ഏരിയ എന്നുള്ളൊരു ഡെഫിനിഷനാണ് മുൻപിരുന്ന ഉദ്യോഗസ്ഥർ നൽകിയതെന്നാണ്. അപ്പോൾ പന്തളത്തിൻ്റെ 2 സൂണായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഏകദേശം പന്തളം ടൗണിൽ നിന്നും 2 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു സൂണും അതിന് പുറത്ത് വേറെ ഒന്നുമായിട്ടാണ്. അപ്പോൾ UA ഒട്ടിച്ചിരുന്ന ജനങ്ങൾ പലരും തർക്കിച്ച് എൻ്റെ വീടിന് UA ഒട്ടിക്കണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൗൺഷിപ്പിലേക്ക് ചേർക്കണം എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് ജനങ്ങൾ വാശി പിടിച്ചിരുന്നു എന്നുള്ള പോലും തമാശയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഈ UA-യെക്കുറിച്ച് ഉദ്യോഗസ്ഥർക്കൊരു ധാരണയില്ലാതെ തന്നെയാണ് അത് ഒട്ടിക്കാൻ വന്നതും. എന്നാൽ നഗരസഭാ ചട്ടത്തിൽ പറയുന്നത് പോലെ ഈ പറഞ്ഞ കൂട്ടിച്ചേർക്കലുകൾക്ക്, കാർ ഷെഡ് തുടങ്ങിയ, പട്ടിക്കൂട് തുടങ്ങിയ ഒന്നിനും UA പതിക്കാൻ അങ്ങനെയുള്ള കെട്ടിടങ്ങൾക്ക് പതിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ കാണുന്ന സ്ഥലത്തുകളിലും പോയി UA പതിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നഗരസഭയിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നമ്മൾ ഈ നഗരസഭാ ചട്ടങ്ങൾ പഠിച്ച് മനസ്സിലാക്കുമ്പോൾ 2019 മുമ്പുള്ള കൂട്ടിച്ചേർക്കലുകൾക്ക് നഗരസഭയുടെ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിച്ച് അത് റെഗുലേറ്റ് ചെയ്യാമെന്നുള്ള ഒരു നിയമം ഉള്ള സാഹചര്യത്തിലാണ് ഈ ഉദ്യോഗസ്ഥർ അതിന് UA പതിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾക്ക് പുതിയതായി ബിൽഡിംഗ് പ്ലാൻ വരയ്ക്കുകയും ഒക്കെ ചെയ്യിക്കുന്ന ഒരു സ്ഥിതി വന്നിട്ടുള്ളത്. അതുതന്നെ ഏകദേശം 100 കണക്കിന് ലൈസൻസുകൾ പന്തളം നഗരസഭയിൽ ഉള്ളപ്പോഴാണ് അവർ 1-2 ഏജൻസികളെ മാത്രം അവരെ നിർദ്ദേശിച്ച് അവരുടെ അടുത്ത് പോയി ഈ പ്ലാൻ വരയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവർ ആയിരക്കണക്കിന് രൂപയാണ് അതിന് ഈടാക്കുന്നതും. അവരോട് ചോദിക്കുമ്പോഴും അറിയാൻ കഴിഞ്ഞത് ഇത് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കേണ്ടതാണ്, മറ്റ് പല കാര്യങ്ങൾക്കും വൺ ടൈം ടാക്സ് ഉൾപ്പെടെയുള്ള പല ടാക്സുകൾ കൊടുക്കണം, ഇത് റെഗുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എളുപ്പം കിട്ടണമെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെയുള്ള ഫീസാണ് ഇത്രയും ഭീമമായ തുകയെന്നാണ് ഈ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പുതിയ പ്ലാൻ തയ്യാറാക്കാൻ പോകുന്ന ഈ ഏജൻസികൾ അറിയിക്കുന്നത്. എന്നിരുന്നാലും ഈ ചട്ടപ്രകാരം പറയുന്നത് പുതിയ കെട്ടിടങ്ങൾക്ക് മാത്രമാണ് ഈ പ്ലാൻ വരയ്ക്കലും നിർദ്ദേശങ്ങളും നഗരസഭ മാനുവൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പഴയ കെട്ടിടങ്ങൾക്ക് കൂടി കൂട്ടിച്ചേർക്കൽ ഉണ്ടായാൽ പോലും സെൽഫ് അസസ്മെൻറ്റ് പ്രകാരം അവർക്കത് റെഗുലേറ്റ് ചെയ്യാവുന്ന ഒരു സാഹചര്യത്തിലാണ് എല്ലാ കെട്ടിടങ്ങൾക്കും ഈ പറഞ്ഞ പ്ലാൻ വരയ്ക്കലും അതിൻ്റെ ലൈസൻസുകളുടെ ഇടത്തേക്ക് പറഞ്ഞു വിടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പന്തളത്തെ നഗരസഭാ ഉദ്യോഗസ്ഥർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണമായി പറയുന്നത് തന്നെ ഇവിടുത്തെ ഭരണകക്ഷികൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണയില്ലാത്തതും, എന്ത് പറഞ്ഞാലും ഉദ്യോഗസ്ഥരോട് ചോദിക്കാനും അവരുടെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യുക എന്നുള്ളത് വളരെ ഒരു പരിതാപകരമായ സ്ഥിതിയാണ് പന്തളം നഗരസഭയ്ക്കുള്ളത്. ഈ സംസ്ഥാന സർക്കാർ നമുക്ക് ഓരോ വർഷവും 5% വീതം നികുതി വർധനവ് നടത്തണമെന്നൊരു നിർദ്ദേശമുണ്ട്. എന്താണ് അതിൻ്റെ ഒരു വിശദാംശം? ഈ നികുതി വർധനവ് എന്ന് പറയുമ്പോൾ ആ ഉത്തരവിൻ്റെ അകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടിസ്ഥാന നികുതിയുണ്ട്, വാർഷിക നികുതിയുണ്ട്. എന്താണ് അടിസ്ഥാന നികുതി എന്ന് പറഞ്ഞാൽ നികുതി നിരക്കുകളാണ്. അതായത് ഒരു കെട്ടിടത്തിന് ഇപ്പോൾ 10 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 100 സ്ക്വയർ മീറ്ററുള്ള ഒരു കെട്ടിടത്തിന് 10 രൂപയാണ് നികുതി നിശ്ചയിക്കുന്നുണ്ടെങ്കിൽ 1000 രൂപ എന്ന് പറയുന്നത് അതിൻ്റെ വാർഷിക നികുതിയാണ്. അതിൻ്റെ അടിസ്ഥാന നികുതി എന്ന് പറയുന്നത് 10 രൂപയാണ്. അപ്പോൾ ഈ അടുത്ത സമയത്ത് വളരെ ശ്രദ്ധേയമായ ഒരു വിധി ഓംബുഡ്സ്മാൻ്റെ വന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. സർക്കാർ എല്ലാ വർഷവും, മുൻപ് 5 വർഷം കൂടിയിരിക്കുമ്പോഴാണ് 25% നികുതി വർധനവ് ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ പുതിയ ഉത്തരവ് പ്രകാരം സർക്കാർ പറയുന്നത് ഓരോ വർഷവും 5% വീതം നികുതി വർദ്ധിപ്പിക്കണമെന്നാണ്. അത് ഏത് നികുതിയിലാണ് വർദ്ധിപ്പിക്കേണ്ടത്? അത് വർദ്ധിപ്പിക്കേണ്ടത് വാർഷിക നികുതിയിലാണ്. അതായത് 10 രൂപയുടെ നിരക്കിലല്ല വർദ്ധിപ്പിക്കേണ്ടത്, മറിച്ച് 10x100 എന്ന് പറയുന്ന 1000 രൂപയുടെ നിരക്കിൽ 1000 രൂപയിലാണ്, ആ വാർഷിക നികുതിയിലാണ് 5% വർദ്ധിപ്പിക്കേണ്ടത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? അതിന് പകരം ഇവർ തീരുമാനിച്ചത് ഈ 6 രൂപ അല്ലെങ്കിൽ 10 രൂപ മുൻപുണ്ടായിരുന്നത് 12 രൂപയാക്കി.
എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ 5% വർദ്ധിപ്പിച്ചു. 10 രൂപയിൽ നിന്ന് 12 രൂപ ആക്കിയ നികുതി, അടിസ്ഥാന നികുതി നിരക്കിൽ വർദ്ധിപ്പിച്ചിട്ട് 5% വർദ്ധിപ്പിച്ചിട്ടുള്ളതെന്ന് പറയാൻ പറ്റുമോ? തന്നെയുമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ നിങ്ങളുടെ നികുതി, നമ്മുടെ പൊതുജനങ്ങൾ അവരുടെ നികുതി റെസിപ്റ്റ് ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കുക. ആ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓൾറെഡി 5% വീതം വാർഷിക നികുതിയിൽ ഈ നഗരസഭയിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 5% വർധനവ് ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഓൾറെഡി വന്നിട്ടുള്ളതൊന്നും പരിഗണിക്കുന്നില്ല. എല്ലാ വർഷവും നമ്മൾ 5% നികുതി വർധനവ് ഓൾറെഡി കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ഇതിൻ്റെ അകത്തൊരു വലിയ എമൗണ്ട് മേടിക്കാം എന്നുള്ള ധാരണയോടു കൂടിയാണ് ഈ സർക്കാരിൻ്റെ ഉത്തരവുകളെ കണക്കാക്കാതെ അതിന്മേൽ അധിക നികുതികൾ ഈടാക്കുന്ന ഒരു നിലപാട് ഈ നഗരസഭ സ്വീകരിച്ചിരിക്കുന്നത്. ഈ നികുതി വർധനയോടൊപ്പം തന്നെ ഈ പറയുന്ന ചില ഉപനികുതികൾ, അതുപോലെ പിഴപ്പലിശയൊക്കെ ഉണ്ട്. ഇതൊക്കെ ആരാണ് തീരുമാനിക്കുന്നത്? ഈ സർക്കാരിൻ്റെ ഉത്തരവിൽ മുനിസിപ്പാലിറ്റി നിയമങ്ങളിലും ഈ പിഴപ്പലിശ ഏത് ഉത്തരവും സർക്കാർ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, നിർദ്ദേശങ്ങളാണ്, ശുപാർശകളാണ് സർക്കാർ ഉത്തരവുകളിൽ വരുന്നത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, മുനിസിപ്പലിൽ ഒരു ആക്റ്റ് ഉണ്ട്. ആ ആക്ട് അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ആ ആക്ടിനനുസരിച്ച് കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ നിർദ്ദേശങ്ങളായിട്ടാണ് വരുന്നത്. അത് കൗൺസിലാണ് തീരുമാനിക്കുന്നത്. കൗൺസിലാണ് അധികാരം. പന്തളം നഗരസഭയെ, ഏത് നഗരസഭയായിക്കോട്ടെ, കൗൺസിലാണ് പ്രഥമ അധികാരമുള്ളത്. അവരോട് സർക്കാർ നിർദ്ദേശിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ തനത് ഫണ്ടിൻ്റെ അകത്തേക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ന രീതിയിൽ നിങ്ങൾക്ക് നികുതി പരിഷ്കരണം നടത്താം, ഇന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയിക്കാം, അതുപോലെ പിന്നെ സെസ് നിങ്ങൾക്ക് നിശ്ചയിക്കാം, അഡീഷണൽ സെസ് വേണമെങ്കിൽ നിശ്ചയിക്കാം. ഒരു നഗരസഭയുണ്ട്, അവർ ഈ സെസ്സുകൾ മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചു. വേറെ ഒരു വരുമാനം അവർ കണ്ടെത്തിയത് കൊണ്ട് അതൊക്കെ വേണ്ടാന്ന് വെച്ചു. അതൊക്കെ തീരുമാനിക്കേണ്ടത് ആരാണ്? ഈ നഗരസഭാ കൗൺസിലാണ്. ആ കൗൺസിൽ തീരുമാനിക്കുന്നതിന് പകരം സർക്കാരാണ് ഇതൊക്കെ തീരുമാനിക്കുന്നതെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. സർക്കാരിന് ശുപാർശ ചെയ്യാൻ പറ്റും, പിഴപ്പലിശ വേണം എന്നൊക്കെ ശുപാർശ ചെയ്യാൻ പറ്റും. അതുതന്നെയാണ് ഇവിടുത്തെ ഒരു വിഷയം. കാര്യം വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ നഗരസഭാ കൗൺസിലിലെ അധ്യക്ഷ പറഞ്ഞ ഒരു പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. ആ പ്രമേയത്തിൻ്റെ അകത്ത് എന്താണ് പറയുന്നത്? 2016 മുതലുള്ള നികുതി ഒഴിവാക്കിക്കൊണ്ട് 2023 മുതൽ നികുതി ഈടാക്കുവാൻ ഉള്ള സൗകര്യം ചെയ്തു തരണം, അല്ലെങ്കിൽ നിർദ്ദേശം തരണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുക. സർക്കാരിന് എങ്ങനെ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാൻ പറ്റുക? കാര്യം ഓൾറെഡി മുനിസിപ്പൽ ആക്റ്റിൽ 3 വർഷങ്ങൾക്ക് മുമ്പിട്ടുള്ള പിരിച്ചിട്ടില്ലാത്ത നികുതി പിരിക്കാൻ പാടില്ല എന്ന് മുനിസിപ്പൽ ആക്റ്റിലുള്ളപ്പം സർക്കാർ ചില ഉത്തരവുകളിനകത്ത് അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളപ്പോൾ, പിന്നെ ഓൾറെഡി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധിക്കകത്തുള്ളൊരു സംവിധാനത്തിനെ ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ സർക്കാരിന് പ്രത്യേകമായിട്ട് പന്തളം നഗരസഭയ്ക്ക് വേണ്ടി ഉത്തരവ് കൊടുക്കാൻ പറ്റുമോ? അപ്പം ഇതൊക്കെ തീരുമാനിക്കേണ്ടത്, അടിസ്ഥാനപരമായിട്ട് തീരുമാനിക്കേണ്ടത്, വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്, എത്ര വേണമെന്ന് തീരുമാനിക്കേണ്ടതൊക്കെ നഗരസഭാ കൗൺസിലാണ്. കെട്ടിട നികുതി വർധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ വിഷയത്തിൽ ഇപ്പം നമ്മുടെ ഈ ബിൽഡിംഗ് ഓണേഴ്സിൻ്റെ കൂട്ടായ്മ, ഞാൻ മനസ്സിലാക്കിയത് ഇതിനകത്ത് വരെ രാഷ്ട്രീയമില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ ഉൾപ്പെട്ട ആൾക്കാരും ഈ ഒരു കൂട്ടായ്മയിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ, പന്തളത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു അഭിപ്രായമില്ല. അതായത് പന്തളത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതുവരെ ഒരു അഭിപ്രായമില്ല. ഒരു നിസ്സംഗതാ മനോഭാവമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പന്തളത്തുള്ള എല്ലാ വിഭാഗം ജനങ്ങളെ ബാധിച്ചിട്ടും, ഈ നികുതി വിഷയം ബാധിച്ചിട്ടും ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ പർട്ടിക്കുലർ വിഷയത്തിന് വേണ്ടി ഒരു സമരപരിപാടികളോ മറ്റ് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തേക്ക് എന്തെങ്കിലും ഒരു പ്രതിഷേധ പ്രകടനമോ ഒന്നും നടത്തിയിട്ടില്ല. നമുക്കറിയാം, ഈ 3 രാഷ്ട്രീയ പാർട്ടികളും ഇതിൽ തുല്യ പങ്കാളികളാണ്. നാളിതുവരെ ഭരിച്ചിരുന്ന 3 പാർട്ടികളും യഥാസമയത്ത് ഇത് നികുതി വർധനവ് നികുതി പരിഷ്കരണം നടപ്പിലാക്കാത്തതിൻ്റെ പരിണത ഫലമാണ് ഈ കൊള്ള ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പന്തളത്തെ സംബന്ധിച്ച് ഇത്രയും ഏതാണ്ട് 60 വർഷമായിട്ട് പാർട്ടികൾ മാറി മാറി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലൊരു പൊതു ശൗചാലയം പോലും ഇത്രയും നാളും ഭരിച്ചിരുന്ന പാർട്ടികൾക്ക് ഇവിടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. നമുക്ക് ഇവിടെ സമീപ പ്രദേശങ്ങളെ അപേക്ഷിച്ച് അനവധി സ്കൂളുകളുണ്ട്, പന്തളത്ത് ഹോസ്പിറ്റലുകളുണ്ട്. ഈ സ്കൂളിൽ പോകുന്ന പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് മഴയും വെയിലും കൊള്ളാതെ കയറി നിൽക്കാൻ ഒരു ബസ് സ്റ്റോപ്പ്, അതായത് ഒരു കയറി നിൽക്കാൻ ഒരു സംവിധാനം ഒന്നും ഇവിടെ ഇതുവരെ ഇവർക്കൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവർ പരസ്പരം പഴിയാരെയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇതിനകത്ത് ആത്മാർത്ഥമായ ഒരു സമീപനം ഉണ്ടായതായിട്ട് ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷന് ഇതുവരെ തോന്നിയിട്ടില്ല.
ഈ നഗരസഭാ കൗൺസിൽ യോഗം നടക്കുന്ന സമയത്ത് ഈ സാധാരണ ആ നഗരസഭയിലെ സാധാരണ ജനങ്ങൾക്ക് അത് വീക്ഷിക്കാൻ ചെല്ലാം എന്നുള്ളത് സത്യം പറഞ്ഞാൽ പന്തളത്തെ ജനങ്ങൾക്ക് പുതിയൊരു അറിവായിരിക്കും. അങ്ങനെ ഒരു ചട്ടമുണ്ടെന്നുള്ളത് സത്യമായിട്ടും എന്നെ സംബന്ധിച്ച് എനിക്കത് പുതിയൊരു അറിവായിരുന്നു. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞൊരു കൗൺസിൽ യോഗത്തിൽ ഒന്നോ കൗൺസിൽ യോഗത്തിൽ നിങ്ങൾ അത് പരിപാടി പോയിരുന്നു. അപ്പോൾ എന്താണ് അവിടെ വെച്ച് കണ്ടൊരു അനുഭവം എന്താണ്? നമ്മുടെ പന്തളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു സംഭവമായിരുന്നു. ഈ പൊതുജനങ്ങളെ പ്രതിനിധീകരിച്ച് കുറേ വ്യക്തികൾ അവിടെ, നമ്മളുൾപ്പെടെ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷനെ ഭാരവാഹികൾ അവിടെ പോയി കൗൺസിൽ യോഗം ലൈവായിട്ട് കാണുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ച് മുനിസിപ്പൽ ചെയർപേഴ്സൺ അവിടെ ഒരു പ്രമേയം അവതരിപ്പിച്ചിട്ട് പരസ്പരം ചെളിവാരിയെറിയ പാർട്ടി അടിസ്ഥാനത്തിൽ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നതല്ലാതെ ആ പ്രമേയത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കി അവർക്ക് ഈ പ്രമേയം ജനങ്ങൾക്ക് വേണ്ടിയാണ്, ഇവിടെ അവരുൾപ്പെടുന്ന ഈ മുനിസിപ്പൽ കൗൺസിലർമാർ ഉൾപ്പെടുന്ന വീടുകളിലെ ടാക്സാണ് ഈ കൂട്ടിയിരിക്കുന്നത്, ഇത്ര വലിയ നികുതി കൂട്ടിയിരിക്കുന്നത്. അതിനെതിരെ നല്ല ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണം എന്നുള്ള ഒരു രീതിയിലൊരു ഇടപെടലുകൾ അവിടെയുള്ള ഒരു കൗൺസിലറുടെ ഭാഗത്തു നിന്നും നിർഭാഗ്യവശാൽ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം ഈ കൗൺസിലിൽ തന്നെ ആദ്യം പ്രമേയം അവതരിപ്പിച്ചെങ്കിലും കൗൺസിലിൽ തന്നെ ഈ കൂടിയ നികുതി പിരിച്ചെടുത്ത ഉദ്യോഗസ്ഥന്മാർക്ക് അഭിനന്ദനം കൊടുക്കുകയാണ്. അവിടെ തന്നെ ഏതാണ്ട് 5.5 അവിടെ പ്രമേയം അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് പ്രതിപക്ഷ കൗൺസിൽ അംഗങ്ങൾ പറഞ്ഞത് ഏകദേശം 5.5 കോടി രൂപയോളം നിലവിൽ ഇതുവരെ പിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പിരിച്ചെടുത്ത ഉദ്യോഗസ്ഥന്മാർ അവർക്ക് ഒരു അഭിനന്ദനം അവിടെ വെച്ച് തന്നെ നടത്തുകയാണ്. അപ്പോൾ 2 ഡബിൾ സ്റ്റാൻഡേർഡാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. ഒരേ സമയം പ്രമേയം അവതരിപ്പിക്കുകയും ഈ കൊള്ളപ്പിരിവ് നടത്തി അതിനുവേണ്ടി പിരിവുകാരായിട്ട് മാറിക്കഴിഞ്ഞ ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കുന്ന നിയമങ്ങൾ അത് വെച്ചിട്ട് ഇത്രയും വലിയ പിരിവെടുത്തിട്ട് അവരെ അഭിനന്ദിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. അതോടൊപ്പം പ്രതിപക്ഷ കൗൺസിലർമാർ ഭരണപക്ഷ കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇവിടെ ഉദ്യോഗസ്ഥ വാഴ്ചയാണ്, നിങ്ങൾ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് മാത്രമാണ് ഇവിടെ കേൾക്കുന്നത് എന്ന തരത്തിലൊരു ആരോപണം ഉണ്ടാകുമ്പോഴേ അതിനൊരു മറുപടി അവിടെ വരുന്നില്ല. കാരണം ഞങ്ങൾക്കും അത് കാണാൻ സാധിച്ചു. എന്തെങ്കിലും തരത്തിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സംശയങ്ങളോ അല്ലെങ്കിൽ ആരോപണങ്ങളോ ഉണ്ടാകുമ്പോൾ അതിന് മറുപടി പറയേണ്ട ചെയർപേഴ്സണോ മറ്റ് ഭരണപക്ഷി അംഗങ്ങളോ അല്ല, അത് അവർക്ക് ഡയറക്റ്റ് ചെയ്യുന്നത് ഉദ്യോഗസ്ഥന്മാരെയാണ്. ഒന്നി സൂപ്രണ്ട് പറയട്ടെ അല്ലെങ്കിൽ RI പറയട്ടെ എന്ന തരത്തിലാണ് അവിടെ അവർക്ക് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ ഒരു ഉദ്യോഗസ്ഥ വാഴ്ചയാണ് ഇവിടെ നടക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർ നമുക്കറിയാം, ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഭരിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ഒരു 12 ഉദ്യോഗസ്ഥന്മാർക്ക് സർക്കാർ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഈ നികുതി പരിഷ്കരണത്തിലെ അപാകതകൾക്കുള്ള പരിഹാരം അല്ലെങ്കിൽ അവർക്കതിൻ്റെ എന്താണ് അവരുടെ മറുപടി എന്താണെന്ന് ചോദിച്ചുകൊണ്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മറുപടി പറയേണ്ടതുണ്ട്. അപ്പോൾ അവർക്ക് സഹായം കൊടുക്കാൻ വേണ്ടിയാണോ നാളെ ഒരു നിയമപരമായ നടപടിയിലേക്ക് ജനങ്ങൾ പോകുമ്പോൾ ഈ മുനിസിപ്പാലിറ്റിക്കുണ്ടായ നഷ്ടങ്ങൾ നികത്തുന്നതിൻ്റെ കാരണക്കാരായ മുൻ ഉദ്യോഗസ്ഥർക്ക് നാളെ ഒരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണോ ഈ കൊള്ളയടി നടത്തുന്നത് എന്നുള്ള സംശയമാണ് ഞങ്ങൾക്കെല്ലാവർക്കും ആ നഗരസഭ കൗൺസിൽ കൂടിയപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിനകത്തൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ നഗരസഭയിൽ നമ്മുടെ അംഗങ്ങൾ ചെന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കിയ മറ്റൊരു കാര്യം, അവിടെ നമ്മുടെ ഈ ക്ലാസ് കട്ട് ചെയ്ത് പോകുന്ന, നമ്മൾ സ്കൂളിലൊക്കെ ക്ലാസ് കട്ട് ചെയ്ത് പോകുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെ വന്ന് നേരെ ഒപ്പിട്ടിട്ട് ഹായ് കാണിച്ച് ഇറങ്ങിപ്പോകുന്ന പല കൗൺസിലർമാരെയും നമുക്കവിടെ വീക്ഷിക്കാൻ കഴിഞ്ഞു. കാരണം ഇത്രയും ഗൗരവപരമായിട്ടുള്ള ചർച്ചകളാണ് അവിടെ നടക്കുന്നത്. അത് നമ്മുടെ അംഗങ്ങൾ അവിടെ വന്ന് ഇരുന്നുണ്ട്, പൊതുജനം കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ പോലും അവിടെ ചില ആളുകൾ ഇരുന്നുറങ്ങുന്നു, ചില ആളുകൾ നിസ്സംഗരായിട്ടിരിക്കുന്നു, ഇതൊന്നും എൻ്റെ വിഷയമേ അല്ല എന്നുള്ള രീതിയിലിരിക്കുന്നു. ഭരണകക്ഷിയിൽപ്പെട്ടവർ സംസാരിക്കുമ്പോൾ ആ ഭരണകക്ഷിയിൽപ്പെട്ടവർ തന്നെ അതിനെ എതിർക്കുന്നു, വ്യക്തിപരമായ വിരോധങ്ങൾ അവിടെ തീർക്കുന്നു. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. നമ്മൾ ധരിക്കുന്നത് എന്താ, ഈ പൊതുജനങ്ങൾ വോട്ട് കൊടുത്ത് ജനാധിപത്യപരമായി വോട്ട് കൊടുത്ത് നമ്മളവിടെ ജനപ്രതിനിധികളെ, നമ്മുടെ ഇടയിലുള്ള ഒരാളെ നമ്മൾ അങ്ങോട്ട് വിട്ട് കഴിയുമ്പോൾ നമ്മൾ കരുതുന്നത് എന്താ, ഇവരെല്ലാം നമുക്ക് വേണ്ടി അഹോരാത്രം അവിടെ പോയി നിയമനിർമ്മാണങ്ങൾ നടത്തുകയും പദ്ധതികൾ പാസ്സാക്കുകയൊക്കെ ചെയ്യുകയാണെന്നുള്ള. പക്ഷേ അതല്ല എന്ന് ശരിക്കും പറഞ്ഞപ്പോൾ ബോധ്യമായി. അതുകൊണ്ട് നമ്മുടെ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ എടുത്തൊരു തീരുമാനമുണ്ട്. അതായത് പന്തളം നഗരസഭ ലൈവായിട്ട് കൗൺസിൽ യോഗങ്ങളെല്ലാം ലൈവായിട്ട് കാണിക്കണം. അതിനുള്ള നിയമ നടപടികൾ, അതിനുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്യുന്ന തരത്തിലേക്ക് പന്തളം നഗരസഭയിൽ
ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ഒരു ശക്തി മാർഗമായിട്ട് മാറിയിരിക്കും. ഞങ്ങൾ അതിനുള്ള പരിപാടികൾ ചെയ്യാനുള്ള തുടക്കം കുറിച്ചിരിക്കുകയാണ്. പന്തളം നഗരസഭയിൽ ആര് വന്നോട്ടെ, ആര് കൗൺസിൽ യോഗങ്ങളിൽ വന്നോട്ടെ, പക്ഷേ കൗൺസിൽ കൂടുമ്പോൾ എന്താണ് അവിടെ ചർച്ച ചെയ്യുന്നത് എന്ന് പൊതുജനങ്ങൾക്ക് ഇനിയെങ്കിലും മനസ്സിലാവണം. അതുകൊണ്ട് നിയമസഭ പോലെ പാർലമെൻറ്റ് പോലെ നഗരസഭയിലെ പദ്ധതികളും അവതരണങ്ങളും ഒക്കെ തന്നെ പൊതുജനങ്ങൾക്ക് കാണുന്ന തരത്തിൽ ലൈവായിട്ട് ഒരു പദ്ധതി ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ഞങ്ങളുടെ പരിപാടി. ഈ കെട്ടിട നികുതി വർധനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ച ഈ നിരക്കുകൾ എങ്ങനെയാണ്? നഗരസഭ അംഗീകരിച്ച നിരക്കുകൾ അത് നമ്മൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കും. അത് 2011 അടിസ്ഥാന വിജ്ഞാപനം ഞാൻ പറഞ്ഞിരുന്നു. അത് പഞ്ചായത്തിന് ഇത്ര നിരക്കുകൾ, പിന്നെ മുനിസിപ്പാലിറ്റികൾ ഇത്ര നിരക്ക്. മുനിസിപ്പാലിറ്റികൾക്ക് അന്ന് കൊടുത്തിരുന്ന നിരക്കുകൾ എന്ന് പറയുന്നത് 5 മുതൽ 12% വരെ ആയിരുന്നെങ്കിൽ, പിന്നെ അതിനുശേഷം ഓരോ 5 വർഷം കഴിയുമ്പോഴും നികുതി നിരക്കുകളിൽ പുനഃപരിശോധനയും വിജ്ഞാപനവും ഇറങ്ങേണ്ടതാണ്. പക്ഷേ കോവിഡ് സമയത്ത് പിന്നെ സർക്കാർ ആ നികുതി വർധനവും വരുത്തിയില്ല. അതുകൊണ്ടാണ് 2023 നികുതി നിരക്കിൽ വർധനവ് വരുത്തിക്കൊണ്ട് 8 രൂപ മുതൽ, അതായത് ഒരു വാസഗൃഹത്തിന് 8 രൂപ മുതൽ 17 രൂപ വരെ ആകാം എന്നാണ് നിശ്ചയിച്ചത് വാസഗൃഹത്തിന്. അതേസമയം വാണിജ്യ കെട്ടിടങ്ങൾക്ക് 50 രൂപ മുതൽ 80 രൂപ വരെ ആകാമെന്നാണ് നിശ്ചയിച്ചത്. അപ്പോൾ 8 രൂപ മുതൽ 17 രൂപ വരെയുള്ള വാസഗൃഹങ്ങൾക്ക് നിശ്ചയിച്ചപ്പോൾ നമ്മുടെ നഗരസഭ നിശ്ചയിച്ചത് അതിൽ 12 രൂപ ആക്കാമെന്നാണ് നിശ്ചയിച്ചത്. അതേസമയം വാണിജ്യ കെട്ടിടങ്ങൾക്ക് 50 രൂപ മുതൽ 80 രൂപ വരെ നിങ്ങൾക്ക് നിശ്ചയിക്കാം എന്ന് സർക്കാർ ശുപാർശ ചെയ്തപ്പോൾ അവിടെ നമ്മുടെ നഗരസഭ അത് 75 രൂപ എന്നുള്ളതാണ് നിശ്ചയിച്ചത്. ഇതെല്ലാം വളരെയധികം കരട് രേഖകൾ തയ്യാറാക്കുകയും ആ രേഖകൾ റവന്യൂ ഉദ്യോഗസ്ഥർ തയ്യാറാക്കി മുനിസിപ്പൽ കൗൺസിലിൽ വെച്ച് മുനിസിപ്പൽ കൗൺസിൽ ഒന്നടങ്കം അതിൽ 32 പേര്, ഒരാൾ മാത്രമേ അതിനകത്ത് എതിർത്തുള്ളൂ. അത് നമുക്കെല്ലാം അറിയാം, പന്തളത്തെ പൊതുജനങ്ങൾക്കെല്ലാം അറിയാം ആരാണ് ആ കൗൺസിൽ എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഒരു കൗൺസിലിൻ്റെ മാത്രം എതിർപ്പേ അതിലുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഒന്നടങ്കം ഈ നികുതി പരിഷ്കരണ നിരക്കുകൾ കരട് രേഖ അംഗീകരിച്ചുകൊണ്ടാണ് ഇവിടെ ഇത് നടപ്പാക്കിയത്. അപ്പോൾ വാണിജ്യ ഗൃഹങ്ങൾക്ക് 75 രൂപ സ്ക്വയർ മീറ്റർ നിരക്കിലും വാസഗൃഹങ്ങൾക്ക് 12 രൂപ സ്ക്വയർ മീറ്റർ നിരക്കിലുമാണ് ഇപ്പോൾ നഗരസഭ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ കെട്ടിട നികുതി പിരിക്കുന്നതിന് ഈ ഉടമയ്ക്ക് ഡിമാൻഡ് നോട്ടീസ് കൊടുക്കുക എന്നൊരു സമയമുണ്ടല്ലോ, അതിവിടെ നടക്കുന്നുണ്ടോ? ഡിമാൻഡ് നോട്ടീസ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മുൻകാലങ്ങളിലൊക്കെ ഇവിടെ ബിൽ കളക്ടർ എന്ന് പറയുന്നൊരു തസ്തികയുണ്ട്. ഈ ബിൽ കളക്ടർ നേരിട്ട് അതാത് ഭവനങ്ങളിലെത്തി അവർക്ക് ഡിമാൻഡ് നോട്ടീസ് നൽകുകയും അതുവഴി അവർക്ക് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അത് പരിഹരിച്ച് അതിനനുസരിച്ച് നികുതി പിരിക്കേണ്ട ഒരു സംവിധാനം. പന്തളം മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് അങ്ങനൊരു ഡിമാൻഡ് നോട്ടീസ് ഇപ്പോഴും നൽകുന്നുമില്ല. നികുതി അടയ്ക്കാനായി മുനിസിപ്പാലിറ്റിയുടെ കൗണ്ടറിൽ എത്തുമ്പോഴാണ് നിങ്ങളുടെ നികുതി ഇത്രയാണ് എന്ന് പറയുന്നത്. ആ തുക അടച്ചെങ്കിൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതിൻ്റെ റേറ്റ് ചോദിച്ചാൽ ആ കൗണ്ടറിലിരിക്കുന്ന ഉദ്യോഗസ്ഥയ്ക്ക് അറിയില്ല, അല്ലെ ഉദ്യോഗസ്ഥന് അറിയില്ല. എത്ര ഏരിയ ഉണ്ടെന്ന് ചോദിച്ചാൽ അറിയില്ല. വളരെ വ്യക്തമായിട്ട് ഇതെല്ലാം രേഖപ്പെടുത്തി കൊടുക്കേണ്ടത് നിയമത്തിൽ പറയുന്ന കാര്യം തന്നെയാണ്. അത്തരത്തിൽ പന്തളം മുനിസിപ്പാലിറ്റി ഫോളോ ചെയ്യുന്നില്ല. തന്നെയല്ല, ഈ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലിശയും പിഴപ്പലിശയും ഇതിനെ സംബന്ധിച്ച് യാതൊരു കൗൺസിൽ തീരുമാനമോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഗൈഡ് ലൈൻസോ ഫോളോ ചെയ്ത് ഉള്ള ഒരു നടപടിയല്ല ഇവിടെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് എന്ന് ഞങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നത്. ഈ നികുതി പരിഷ്കരണത്തിലെ അപാകതകൾ പരിശീലിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ കുറേ തീരുമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് കൗൺസിൽ അംഗീകരിക്കുന്നതിന് എന്താണ് ഒരു ബുദ്ധിമുട്ട്? നികുതി പരിഷ്കരണത്തിലെ അപാകത ശരിക്കും പറഞ്ഞാൽ ഇവർ ആദ്യമൊന്നും തന്നെ നമ്മൾ ആവശ്യപ്പെട്ട നികുതി വർധനവിൻ്റെ ഈ പ്രതിഷേധങ്ങളൊന്നും തന്നെ മുഖവിലയ്ക്കെടുത്തിരുന്നില്ലായിരുന്നു. പിന്നീട് ഇത് പൊതുജനങ്ങൾ ഏറ്റെടുത്ത് കൂടുതൽ ആളുകൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇതിനെക്കുറിച്ച് മുഖം കൊടുക്കാൻ പോലും ഈ കൗൺസിലേഴ്സ് തയ്യാറായത്. അങ്ങനെയാണ് ഇവർ പത്രസമ്മേളനം നടത്തുകയും ഇത് സർക്കാരാണ് ഞങ്ങളല്ല ചെയ്തതെന്നുള്ള ഒരു വാദം ഉന്നയിക്കുകയും ചെയ്തത്. അതിനുശേഷം ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ഞങ്ങൾ പോയി മന്ത്രിക്ക് അപേക്ഷ കൊടുത്തിരുന്നു. അതുപോലെ ഈ വിഷയങ്ങളെക്കുറിച്ച് അഗാധമായിട്ട് പല വക്കീലന്മാരോടും മുൻപുള്ള സെക്രട്ടറിമാരോടും പല നഗരസഭയിലെ സെക്രട്ടറിമാരോടും ഒക്കെ ഒരുപാട് ഞങ്ങൾ ചർച്ചകളും
വിശദാംശങ്ങൾ ആരായുകയും ചെയ്തിട്ടാണ്. ഞങ്ങൾ സാധാരണക്കാരല്ലേ, നമ്മളൊന്നും നികുതി ഈ മുനിസിപ്പൽ ആക്റ്റൊന്നും പഠിച്ചു വെച്ചിട്ടുള്ളവരല്ലല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾ പെട്ടുപോയപ്പോഴാണ് നമ്മളിതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്. അങ്ങനെ നമ്മൾ ഇതിന് എന്താണ് പരിഹാരം? ഇതിനാകെ പരിഹാരമുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ കൗൺസിലേഴ്സ് നമ്മൾ നിർദ്ദേശിച്ച്, അതായത് നിങ്ങൾ നികുതി വർധന വരുത്തിക്കോളൂ, പക്ഷേ ഒരു പുതിയ നികുതി നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ അത് പുതിയ വർഷം മുതൽ നടപ്പാക്കണം. അതുപോലെ പഴയ നികുതി കുടിശ്ശിക പിരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ആ കുടിശ്ശിക എന്താണോ മുനിസിപ്പൽ ആക്ട് പ്രകാരം പറയുന്നത് അതുവഴി നിങ്ങൾ നടപ്പാക്കിയെടുക്കണം. അതുപോലെ പിഴപ്പലിശ നമ്മുടേതല്ലാത്ത കാരണം, അതായത് നികുതിദായകൻ്റേതല്ലാത്ത കാരണങ്ങളാൽ ഉള്ള പിഴപ്പലിശ ഒഴിവാക്കണം. അതുപോലെ ഈ UN നമ്പർ പതിച്ചിരിക്കുന്നത് അതിന് അനാവശ്യമായ പ്ലാനും കാര്യങ്ങളിലും സർക്കാർ നിർദ്ദേശിക്കുന്ന പോലും ഇല്ല. അവിടെ വേണ്ടത് എന്താണ്? ഈ ഒരു UN നമ്പർ കൊണ്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സെൽഫ് അസസ്മെൻറ്റ് ഫോമുണ്ട്. ആ ഫോമിൽ തന്നെ പറയുന്നുണ്ട് ഒരു കാലഘട്ടം, ഇത്ര കാലഘട്ടം ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. 10 വർഷം വരെ ഉള്ളതിന് ഇളവില്ല, നികുതി ഇളവുകളില്ല. 10 മുതൽ 25 വർഷം വരെ ഉള്ളതിന് 10% നികുതി ഇളവുണ്ട്. 25 മുതൽ 50 വരെയുള്ള വർഷങ്ങളുള്ളതിന് 20% നികുതി ഇളവുണ്ട്. 50 വർഷത്തിന് മേളിലുള്ള കെട്ടിടങ്ങൾക്ക് 50% നികുതി ഇളവുണ്ട്. ഈ നികുതി ഇളവുകളൊക്കെ കണക്കാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫോർമാറ്റിൻ്റെ അകത്ത് കാര്യങ്ങളുണ്ട്. അപ്പോൾ സെൽഫ് അസസ്മെൻറ്റ് ഫോം തയ്യാറാക്കി നികുതിദായകൻ തന്നെ അത് അളന്ന് വേണമെന്നുണ്ടെങ്കിൽ ആർക്ക് കൊടുക്കാം? ഈ നഗരസഭാ ഓഫീസിൽ കൊടുക്കുകയും ഉദ്യോഗസ്ഥരത് നേരിട്ട് പോയി അത് ശരിയാണോ എന്ന് പരിശോധിക്കുകയും അത് ശരിയല്ലെന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയും അത് ആ നികുതിദായകൻ, ആ കെട്ടിട ഉടമയ്ക്ക് അതിന്മേൽ അപ്പീലിന് കൊടുക്കാനുള്ള അവകാശങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു നടപടിക്രമം ഈ UA കാര്യത്തിലുണ്ട്. അതിന് പകരം അവിടെ ചെല്ലുന്ന UA അടിച്ചിട്ടുള്ള ആളുകൾ നികുതി അടയ്ക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ പോയി പഴയ പ്ലാൻ തപ്പിക്കൊണ്ടുപോവുക, നിങ്ങൾ ഇന്ന ലൈസൻസിയെ കാണ്, അവർക്ക് ഇത്ര എമൗണ്ടുകൾ കൊടുക്കേണ്ടി വരും, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു അശാസ്ത്രീയമായ രീതിയാണ്. ഇതെന്തുകൊണ്ട് നഗരസഭ പരിഹരിക്കാൻ പറ്റുന്നില്ല? ഇത് ശരിക്കും ചെയ്യേണ്ടത് നമ്മുടെ കൗൺസിലേഴ്സാണ്. ആ കൗൺസിലേഴ്സ് ഇനിയും അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ നടപടിക്രമങ്ങളിലെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും 33 പേരുണ്ടല്ലോ, 33 പേരിൽ ആരെങ്കിലും ഒരാൾ ഒരു പ്രമേയം, ഈ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ വെച്ചിരിക്കുന്ന ഡിമാൻഡുകൾ വെച്ചുകൊണ്ടൊരു പ്രമേയം അവതരിപ്പിക്കുക. ആ പ്രമേയം പാസ്സാക്കിയിട്ട് സർക്കാരിലേക്ക് കൊടുക്കുക. ആ പ്രമേയം സർക്കാർ അംഗീകരിച്ചാൽ നമുക്കെന്ത് സംഭവിക്കാൻ പറ്റും? ഈ പദ്ധതികളെല്ലാം നമുക്കിവിടെ നടപ്പാക്കാം, ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. പക്ഷേ അത് ചെയ്യുന്നതിന് എന്താണ് തടസ്സം എന്നുള്ളത് നിങ്ങൾ തന്നെ കൗൺസിലേഴ്സിനോട് ചോദിക്കണം. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ പോയി കണ്ട പരാതി കൊടുത്തിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പം ഒരു പ്രമേയം അവതരിപ്പിക്കുക സർക്കാരിന് കൊടുക്കാൻ പറയുന്നത്, അങ്ങനെ ചെയ്താൽ സർക്കാരിന് എന്ത് നടപടി ഇതിൽ സ്വീകരിക്കാൻ സാധിക്കും? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സർക്കാർ നടപടികളാണ്. അതായത് പന്തളം മുനിസിപ്പാലിറ്റിക്ക് മാത്രമായിട്ട് സർക്കാരിനൊരു ഉത്തരവ് ഇറക്കുന്നതിന് പരിമിതികളുണ്ട്. അത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. സർക്കാർ ഉത്തരവുകളെല്ലാം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കാൻ പറ്റുള്ളൂ. സർക്കാരിനൊരു കാരണവശാലും 8 രൂപ നിങ്ങൾ നിശ്ചയിക്കണം എന്ന് ഒരു ഉത്തരവ് ഇറക്കാൻ പറ്റില്ല. സർക്കാരിൻ്റെ വിജ്ഞാപനത്തിൽ 8 രൂപ 17 എന്ന് പറഞ്ഞാൽ അത് തീരുമാനിക്കേണ്ടത് നഗരസഭയാണ്. സർക്കാരിന് നിശ്ചയിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് പിഴപ്പലിശ വേണമെങ്കിൽ ഒഴിവാക്കാം. കാര്യം എന്താ? ഇത് സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും അല്ലെങ്കിൽ കൗൺസിലിൻ്റെയും ജനപ്രതിനിധികളുടെയൊക്കെ വീഴ്ചയാണ്, ജനങ്ങളുടെ വീഴ്ചയല്ല എന്നുള്ളത് കൊണ്ട് സർക്കാർ നിർദ്ദേശിക്കാം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആ പിഴപ്പലിശ നിങ്ങൾക്ക് ഒഴിവാക്കി കൊടുക്കണം, അത് ജനങ്ങളുടെ നീതികേടായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നിർദ്ദേശിക്കാം. അത് മാത്രമേ സർക്കാർ നിർദ്ദേശിക്കാൻ പറ്റുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ സർക്കാരിനല്ല ചെയ്യേണ്ടത്, ഇവിടുത്തെ നഗരസഭയാണ് ചെയ്യേണ്ടത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ നികുതി അടയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ അശാസ്ത്രീയമായ നികുതി വന്നു അത് അടയ്ക്കാൻ വേണ്ടിയിട്ട് നഗരസഭയിൽ പോയ ആൾക്കാരുണ്ടല്ലോ, അവരുടെ ഒരു അനുഭവം എന്ന് പറയാമോ? അടയ്ക്കാനായിട്ട് അവിടെ ചെന്നു. ഞാൻ എല്ലാ വർഷവും മുടങ്ങാതെ ഒരു ഏപ്രിൽ മാസത്തിൽ അല്ലെ മെയ് മാസത്തിൽ ഞാൻ അടച്ചുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ 22-23 വർഷത്തെ ഞാൻ അടച്ചു കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് 5% വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം അടയ്ക്കാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞത് എൻ്റെ UA അടിച്ചിരിക്കുകയാണ്, UA 98 അടിച്ചിരിക്കുകയാണ്. എൻ്റെ ഈ വീട് 37 വർഷം പഴക്കമുള്ളതാണ്. 1987 പണിത വീടാണ്. 2011 ഞങ്ങൾ തിരിച്ചു വന്ന് താമസമാക്കിയപ്പോൾ അതൊന്ന് റെനോവേറ്റ് ചെയ്തു. മുകളത്തെ നിലയൊന്ന് മോഡിഫൈ ചെയ്തു. നേരത്തെ തന്നെ 2 നില ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് അത് 2016 അവർ വന്ന് അളന്നത്. അന്ന് ഞങ്ങളിവിടെ ഇല്ലായിരുന്നു. അവർ വന്ന് അളന്നിട്ടാണ് ഇതിന് പുതിയ നിരക്ക് വെച്ചത്.
അപ്പോൾ 2020 വരെ അത് വാലിഡാണ്. 20-ന് ശേഷം അളന്നിട്ടില്ല. ഇപ്പോൾ അവർ പറയുന്നത് ഇത് അളക്കണം. ഞാനവിടെ ചെന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു അവിടെ ആരോ ഉണ്ട് മുനിസിപ്പാലിറ്റിയിൽ, അദ്ദേഹം വന്ന് നിങ്ങൾക്ക് അളന്നിട്ട് ഇതിൻ്റെ പ്ലാൻ തരും, അതിൻ്റെ പ്ലാൻ വരച്ചു തരും, അതുപോലെ സ്ക്വയർ ഫീറ്റ് എത്ര ആണെന്നുള്ള അവർ അയച്ചു തരും. എന്നിട്ട് നിങ്ങൾ ആദ്യകാലമുള്ള ഡോക്യുമെൻ്റ് എല്ലാം കൂടെ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്തിട്ട് കേസ്മാർട്ടിൽ ഇടണം. അതിന് അദ്ദേഹം വരും, എന്നെ കാണും. എൻ്റെ വീട്ടിൽ വന്ന ഉടനെ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അദ്ദേഹം അതിന് മറുപടി തന്നത്, ഡോക്യുമെൻ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു 3-4 ഡോക്യുമെൻ്റ് ഉണ്ടാക്കണം, അത് ഞാൻ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യും, അത് കഴിയുന്ന ഉടനെ അത് അപ്രൂവ് ആയി കഴിയുന്നത് നിങ്ങൾ അവിടെ പോയിട്ട് ടാക്സ് അടയ്ക്കണം. അപ്പോൾ ഞാൻ ചോദിച്ച ഏകദേശം എന്തോ ചിലവ് വരും. അപ്പോൾ എന്നോട് പറഞ്ഞത് എൻ്റെ ഒരു ഫീസ് ഏകദേശം ഒരു 8 രൂപ 10 രൂപയുടെ അടുത്ത് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് മുനിസിപ്പാലിറ്റിയിൽ അടയ്ക്കേണ്ടത് എത്രയാണെന്നുള്ള അവർ പറയും. എങ്ങനെയാണേലും ഈ പ്രോസസ്സിന് ഇങ്ങനെ എല്ലാം കൂടെ ഒരു 50 രൂപയോളം ആകുമെന്നാണ് എൻ്റെ അടുക്ക പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ സുഭാഷ്ജി പറഞ്ഞതുപോലെ തന്നെ ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ള 37 വർഷം പഴക്കമുള്ള ഒരു ബിൽഡിങ്ങിൽ അതിനകത്തുള്ള മോഡിഫിക്കേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിന് അന്നത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മുകളിലൊരു ടോയ്ലറ്റ്, താഴെ ഒരു ടോയ്ലറ്റ്, അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ റൂമിന് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റൊക്കെ പണിതു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അവർ പറയുന്നത് പുതുതായിട്ട് അളക്കണം. ഞാൻ എന്നിട്ട് ഒരാളെ കൊണ്ട് എൻ്റെ വീട് പണിതത് ഇവിടെ അടുത്തുള്ള ഒരു കോൺട്രാക്ടർ ഒരാളിനെ വിട്ട് തന്നു, വീട് അളന്നു, സ്ക്വയർ ഫീറ്റ് അല്പം കൂടുതലുണ്ട്. ഞാനത് പറഞ്ഞു തേണ്ടി ഇതാണ്, അതും കൊടുത്തപ്പോഴാണ് എന്നോട് പറയുന്നത് ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഇതിന് ഒരു അസസ്മെൻറ്റ് വരുത്തുള്ളൂ എന്ന്. അതെന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്തുകൊണ്ട് ഓൺലൈനിൽ ഞാൻ കൊടുത്ത ഈ പ്ലാന്, അല്ലെങ്കിൽ അവർ വന്ന് നോക്കിയ ആ പ്ലാന് എന്തുകൊണ്ട് അവർ കേസ്മാർട്ടിൽ ഇട്ടിട്ട് എനിക്കൊരു ഡിമാൻഡ് തന്നുകൂടാ? അവരെനിക്ക് ഇതുവരെ ഒരു ഡിമാൻഡ് നോട്ടീസും തന്നിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായം, ഈ 33 കൗൺസിലേഴ്സുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുന്നുണ്ടെങ്കിൽ 33 പേരും ഒറ്റക്കെട്ടായിട്ട് ഒരുവനപ്പെട്ട് നിന്നുകൊണ്ട് ജനങ്ങൾ സേവനമാണ് ചെയ്യേണ്ടത്. ജനങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ അവർ ഒന്നിച്ച് ചെയ്യേണ്ട. അതല്ല അവിടെ നടക്കുന്നത്. ഇവിടെ കക്ഷി രാഷ്ട്രീയങ്ങളാണ് അവിടെ നടക്കുന്നത്. ഏത് മീറ്റിംഗ് നടന്നാലും എൻ്റെ പാർട്ടിക്ക് ഇന്നത് വേണം, അല്ലെ എൻ്റെ ഈ പാർട്ടിക്ക് ഇങ്ങനെ വേണം. ഈ ജനങ്ങളെ അവർ അവോയ്ഡ് ചെയ്യുന്നു. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് എനിക്ക് പറയുവാനുള്ളത്. ഇത് തീർച്ചയായിട്ടും ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് തന്നെ പോവും. ഇതിനൊരു അന്ത്യം കണ്ടെങ്കിലേ ഞങ്ങൾ അടങ്ങിയിരിക്കത്തുള്ളൂ. ഇതേ അനുഭവം തന്നെയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. 2023-24 വർഷം വരെ എല്ലാ വർഷവും ഏപ്രിൽ 31 മുമ്പ് ഞാൻ ടാക്സ് അടയ്ക്കാറുണ്ട്. ഈ വർഷം ടാക്സ് അടയ്ക്കാൻ ചെന്നപ്പോൾ ഫ്രണ്ട് ഓഫീസിൽ പറഞ്ഞപ്പോൾ 15,000 രൂപയുടെ ബില്ലടയ്ക്കണം എന്ന് പറഞ്ഞു. സാറിൻ്റെ എമൗണ്ട് 15,000. ഞാൻ പറഞ്ഞു എനിക്ക് പെൻഡിങ് ഒന്നുമില്ല, അതേണ്ട എൻ്റെ കയ്യിൽ പഴയ ലാസ്റ്റിലടച്ച ഇതെൻ്റെ കയ്യിലുണ്ട്. സാറേ ഇത് 2016 മുതലുള്ള കാര്യങ്ങളാണ് എന്നും പറഞ്ഞു. ഈ 16 മുതൽ മുനിസിപ്പാലിറ്റി ആകുന്നതിന് മുമ്പുള്ള ടാക്സാണ് ഈ 23 വരെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതെൻ്റെ കുറ്റമല്ല. മുനിസിപ്പാലിറ്റി ആയത് ഇവിടെ എല്ലാവർക്കും അറിയാം. കാലാകാലങ്ങളിൽ മാറി വരുന്ന ഭരണസമിതികളാണ് ഇത് വാങ്ങിക്കാൻ ഓർഡർ കൊടുത്ത് ഉദ്യോഗസ്ഥരെ കൊണ്ട് വാങ്ങിപ്പിക്കേണ്ടത്. അവർ വാങ്ങിക്കാതിരുന്ന് ഇപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് വാങ്ങിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും എമൗണ്ട് വന്നിരിക്കുന്നത്. അടയ്ക്കാതിരുന്നതിന് വേണ്ടി പിഴപ്പലിശ വരെയാണ് അവർ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പൈസ അടയ്ക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ ആറയെ കണ്ടെന്ന് പറഞ്ഞാൽ ആറയെ കണ്ടു. അദ്ദേഹം നോക്കി പറഞ്ഞു, സാറേ അത് ഫ്രണ്ടിലെ ആൾക്കാരുടെ ഇതുകൊണ്ടാണ്, അത് അല്പം കുറച്ച് തന്നു. എന്നിട്ട് എന്നോട് വാക്കാൽ പറഞ്ഞു, ഇപ്പോൾ അടയ്ക്കണ്ട, ഇവർ ഭരണസമിതി ഗവൺമെൻറ്റിൽ പരാതി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പുതിയ ഓർഡർ വരുമ്പോൾ സാറിന് കുറച്ച് പൈസയുടെ റിഡ്യൂസ് ആകും, അടയ്ക്കാൻ വരട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ അടച്ചിട്ടുമില്ല. ഇതുപോലുള്ള ഈ വ്യാപാരികൾക്കൊക്കെ ലക്ഷക്കണക്കിന് രൂപയാണ് വന്നിരിക്കുന്നത്. എന്താ കാര്യമെന്ന് ഒന്നും അറിയത്തില്ല. കാരണം ഇതിപ്പോൾ ഈ സംഘടന രംഗത്ത് വന്ന് ഇതിനെപ്പറ്റി ബോധവൽക്കരിക്കുകയും ജനങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് ഭരണസമിതിക്ക് തന്നെ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് തന്നെ ഇതിനകത്തൊരു പ്രശ്നം ഉണ്ടാകും നാളെ എന്ന് പറഞ്ഞ് ഇതിപ്പോൾ എല്ലാവരും ഞങ്ങളല്ല കുറ്റം, അവരവർ കൈ കഴുകുകയാണ്. കഴിഞ്ഞ ഈ കൗൺസിൽ യോഗത്തിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നു. അന്ന് പ്രതിപക്ഷക്കാരും ഭരണപക്ഷക്കാരും ഈ ജനങ്ങളുടെ ഭാരം ഒഴിവാക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ അവരത് കണ്ടില്ലേ.
കഴിഞ്ഞ ദിവസം അവരത് കണ്ടില്ലേ. ഇപ്പോൾ ഈ സംഘടന രംഗത്ത് വന്ന് ഇത് വിശദീകരിച്ച് ജനങ്ങൾ എതിരാകുമെന്ന് തോന്നിയപ്പോഴാണ് അവരിത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രമേയം പാസ്സാക്കിയപ്പോൾ പ്രതിപക്ഷ ആൾക്കാർ പറഞ്ഞു പ്രമേയം ഒന്നും പാസ്സാക്കണ്ട, അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾ എടുക്കണ്ട, ഇതിപ്പോൾ നാളെ ഓർഡർ വരും, ഗവൺമെൻറ്റിൻ്റെ ഓർഡർ വരും, ഓർഡർ അനുസരിച്ച് നീക്കിയാൽ നിങ്ങളിത് അങ്ങനെ എതിർക്കുക. അങ്ങനെ അവർ തമ്മിലുള്ള വലിയ പ്രശ്നങ്ങളാണ് അവിടെ നടക്കുന്നത്, വാഗ്വാദങ്ങളാണ് നടക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ശിവാജി പറഞ്ഞ പോലെ കൃത്യസമയത്തൊന്നും ആരും അവിടെ എത്തുന്നില്ല. വരുന്നു, എടുക്കുന്നു, പോകുന്നു. മറ്റവരിറങ്ങി പോകുന്നു പറഞ്ഞാൽ ഇവർ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ഇവർ പാസ്സാക്കി കാര്യങ്ങൾ നീക്കുന്നു. ഇതാണ് അവിടെ നടക്കുന്നത്. ഇത് നല്ല രീതിയിലുള്ള ഒരു ഭരണമല്ല അവിടെ നടക്കുന്നത്. നേരത്തെ നടന്നു, അത് ശരിയാണ്. അന്ന് ഈ സോഫ്റ്റ്വെയർ വന്നു. ഇപ്പോൾ സ്മാർട്ടിൽ കയറ്റാൻ ഒക്കാത്തതിൻ്റെ കാര്യം പഴയ സോഫ്റ്റ്വെയറിൽ ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അന്നിരുന്ന ഉദ്യോഗസ്ഥർ എവിടെയായിരുന്നു? ഭരണസമിതി എവിടെയായിരുന്നു? ഇതാരുടെ കുറ്റം? കാലാകാലം ഇപ്പോൾ പെൻഡിങ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, മുടക്കം വരുത്തിയിട്ടുണ്ട്, അതിൻ്റെ പലിശ വാങ്ങിക്കണം. ഞാൻ 23, 24 വരെ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്. എനിക്കൊരു UA ഒന്നുമില്ല, ഒരു മോഡിഫിക്കേഷനും ഇല്ല. ഇത് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ ഈ നാടിനെ സംബന്ധിച്ച് ഞങ്ങൾ മിനിസ്റ്ററെ കാണാൻ പോയപ്പോൾ ഞങ്ങൾ ആ സങ്കടം പറഞ്ഞിരുന്നു. അവിടെ വെള്ളം കയറി, അതിൻ്റെ പുറകെ കൊറോണ വന്നു, നാശമായ ഒരു പ്രദേശമാണ് ഇത്. വലിയ മെട്രോപൊളിറ്റൻ നഗരമൊന്നുമല്ല. ഇപ്പോൾ അർബൻ മേഖല എന്ന് പറഞ്ഞു, പന്തളം ടൗണിൽ തന്നെ കുറേ ബിൽഡിങ്ങുകളുള്ള ഇവിടെയൊക്കെ ആ CM ഹോസ്പിറ്റലിൻ്റെ പുറവശത്തൊക്കെ എത്രയോ സാധാരണക്കാർ താമസിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ടാക്സ് ഏത് രീതിയിലാണ്? 98-ൽ വെച്ച വീടാണ് എൻ്റെ. കാലപ്പഴക്കമില്ലേ സാർ? അന്നത്തെ ടാക്സ് മുതൽ ഇങ്ങനെ ഇങ്ങോട്ട് 5% കൂട്ടിക്കൂട്ടി, അല്ലെ 10% കൂട്ടിക്കൂട്ടി ഇങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീട് വെച്ചവരെ ഒരു വലിയ കുറ്റവാളി രീതിയിലാണ് നഗരസഭ കാണുന്നതെന്നാണ് എനിക്ക് അതിനകത്തിൽ പറയാനുള്ളത്. അതിന് അവർക്കിപ്പോൾ അത് മനസ്സിലായിട്ടുണ്ട്, അത് വേണ്ട ചെയ്യുമെന്നുള്ള ശുഭാപ്തി. ഏതായാലും ഞങ്ങളുടെ പൊതുജനങ്ങളോട് കൂടെ ഇന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ നീക്കുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതുകൊണ്ടൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ലീഗൽ സൈഡിലായിട്ട് പോകാൻ, ഇതിപ്പോൾ സംഘടന രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ്. രജിസ്റ്റർ ചെയ്യുന്നതിന് ശേഷം ഞങ്ങൾ നിയമപരമായിട്ട് തന്നെ കാര്യങ്ങൾ നീക്കും. അപ്പോൾ ഇതുകൊണ്ടൊന്നും ഈ സംഘടന നിൽക്കുന്നില്ല. ഇനി നാളെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ സംഘടന നാട്ടിലെ ജനങ്ങളോടൊത്ത് കാണും. പന്തളം നഗരസഭയിലെ അശാസ്ത്രീയമായ കെട്ടിട നികുതി വർധനവ് ഒരു കീറാമുട്ടിയായി നിൽക്കുകയാണ്. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും അവരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് പൊതുജനത്തിന് ഈ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ പോലുള്ള സംഘടനകളുടെ സജീവമായ ഇടപെടൽ കൊണ്ട് ഈ വിഷയത്തിന് ഒരു പരിഹാരം കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.